അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കൃത്യമായി സ്വാഗതം ചെയ്യുക. നമസ്കാരം. ഇന്ന് അട്ടിമറികളുടെയും തിരിച്ചടികളുടെയും വിസ്മയങ്ങളുടെയും ദിവസമായിരുന്നു. ഏറ്റവും ആദ്യത്തെ തിരിച്ചടികൾ വന്നത് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിലെ 5 MLA ഒരുമിച്ച് UDF-ലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ള വാർത്തയാണ്. അല്ല എങ്കിൽ ജോസ് കെ മാണി അടക്കം 3 MLA UDF-ലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ്. അത് വന്നുണ്ടാക്കിയ വലിയ ഒരു വിസ്മയം, ഭയങ്കര തിരിച്ചടി കഴിഞ്ഞില്ല. അതായത് VD സതീശൻ പറഞ്ഞത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വിസ്മയങ്ങളും ഉണ്ടാകും എന്നാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ വന്ന വാർത്ത വിഴിഞ്ഞത്ത് BJPക്ക് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ട് UDF-ന്റെ വൻ വിജയമാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കിയ, അതായത് അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദി അടക്കം പ്രതികരിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കിട്ടിയത്. എന്നാൽ ആ തിരിച്ചടി താൽക്കാലികമാണെന്നും BJP അണികളടക്കം UDF-ലേക്ക് വോട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ 14 സീറ്റുകളും UDF-ന് നേടിക്കൊടുക്കാനുള്ള സാധ്യതകൾ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് തിരുവനന്തപുരത്ത് സമരപ്പന്തലിൽ ചെന്ന് UDF-ന്റെ കേരളത്തിനെതിരെയുള്ള സമരപ്പന്തലിൽ ചെന്ന് ആയിഷ പോറ്റി, അതായത് കൊട്ടാരക്കരയിൽ 3 തവണ MLA ആയി എല്ലാവരും അംഗീകരിച്ച് എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന മുമ്പത്തെ VS അച്യുതാനന്ദന്റെ വലങ്കയായിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം 120 സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരും എന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് 100% സത്യമാണ് തെളിയിച്ചുകൊണ്ടുള്ള ജൈത്രയാത്രയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല VD സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ പോലെ വിസ്മയങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ വലിയ വിസ്മയങ്ങൾ ഉണ്ടാകും. ആ വിസ്മയങ്ങൾ ചെറിയതായിരിക്കില്ല. LDF-ന്റെ അടിത്തറ തകർത്തുകൊണ്ടായിരിക്കാം. കടക്ക് പുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്ത് LDF കടക്ക് പുറത്ത്, LDF-നോട് കടക്ക് പുറത്താൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗം നടത്തിക്കൊണ്ട് ആണ് വരാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെറുമല്ല ഒരു തിരിച്ചടിയല്ല കൊല്ലം ജില്ലയിൽ ഉണ്ടായത് എന്ന് തെളിയിക്കുന്നതാണ്. കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആയിഷ പോറ്റി വരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ 11 സീറ്റിൽ 6 സീറ്റും UDF-ന് അനുകൂലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായി ഞെട്ടിച്ചതാണ് പ്രത്യേകിച്ചും CPM നേതൃത്വത്തെ. കാരണം കൊല്ലം ജില്ല എന്ന് പറയുന്നത് എല്ലാ കാലത്തും LDF-ന് അനുകൂലമായ തരംഗമുണ്ടാക്കുന്ന സ്ഥലമാണ്. എന്നാൽ ഇത്തവണ അവിടെ ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയായി വന്നത് ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കിടത്തും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് 3 MLA പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ, കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും UDF വിജയിക്കാൻ പോകുന്നു പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സത്യമാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. CPM-ലെ ഏറ്റവും സമുന്നതയായ വ്യക്തിയായ VS അച്യുതാനന്ദന്റെ വലങ്കയായ VS അച്യുതാനന്ദന്റെ എല്ലാ വോട്ടുകളും VS അച്യുതാനന്ദന്റെ കീഴിൽ ഏറ്റവും ശക്തമായിരുന്ന കൊല്ലം ജില്ലയിലെ അണികൾ, ആ അണികളുടെ വോട്ടുകളെല്ലാം തന്നെ UDF-ലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ട് അതിന്റെ പ്രതീകമായി ആശ പോറ്റി UDF-ൽ ചേർന്നിരിക്കുന്നു, കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. നമുക്ക് അവിടെ ഇന്ന് VD സതീശൻ പ്രസംഗിച്ച കാര്യം കേൾക്കാം, അതേപോലെ മറ്റു നേതാക്കളും പ്രസംഗിച്ച കാര്യങ്ങൾ കേൾക്കാം. ഇത് തുടക്കമാണ്. ഇനിയും വലിയ ഭൂകമ്പമാണ് LDF-ൽ വരാൻ പോകുന്നത്. CPM-ൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത്. പല നല്ല വ്യക്തികളും UDF-ലേക്ക് വരും, കോൺഗ്രസിലേക്ക് വരും. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് മുൻ MLA ആശ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും VD സതീശന്റെ വാക്കുകൾ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല പറയുന്നത് നമുക്ക് കേൾക്കാം. അതിനെ തുടർന്ന് വേണുഗോപാലും പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് കുടുംബത്തിലേക്ക്
ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി അക്ഷാപൂട്ടിക്ക് നൽകിയാണ്. അതിന് പ്രിയങ്കരനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിനെ ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറ് ഒപ്പുവെച്ച മെമ്പർഷിപ്പാണ് ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീമതി അക്ഷാപൂട്ടിക്ക് നൽകിയത്. ആയിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ പോയാൽ എനിക്കും സാധിച്ചു. വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾ ശക്തമായിട്ട് സഭയ്ക്കകത്തും പുറത്തും സംസാരിക്കുന്ന വളരെ സൗമ്യമായ എല്ലാവരോടും പെരുമാറുന്ന നല്ല അഭിഭാഷക കൂടിയാണ് ഐഷ പോറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ കൂടി കോൺഗ്രസിന്റെ മഹാപ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. രാവിലെ ഞാനൊരു സൂചന നൽകി. നമ്മള് ജയിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബൈലക്ഷനിൽ 1% കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇത്ര ഗംഭീരമായിട്ട് ഒരാളെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ സാധിക്കുക എന്നത് തന്നെ ആ വ്യക്തിയുടെ നന്മയുടെ തെളിവായി കാണുക. AICCയുടെ ജനറൽ സെക്രട്ടറിമാരും കേരളത്തിലെ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ എല്ലാവരുടെയും പ്രവർത്തകരുടെ നിറഞ്ഞ സാന്നിധ്യം, മാധ്യമങ്ങളുടെ ശക്തമായ പിന്തുണ, ആ പിന്തുണയിൽ എല്ലാവരുടെയും മേഖലയോടുകൂടി കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻകൈയിൽ ഐഷ പോറ്റിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി അംഗത്വം നൽകി സ്വീകരിക്കുന്നു. പ്രിയങ്കരായ ശ്രീ KC വേണുഗോപാൽ, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിലൂടെ നിങ്ങൾ പറഞ്ഞു കേരളം മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം 3 ദിവസം കഴിയുമ്പോൾ മാറ്റം പ്രതിഫലിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടാകും. കൊട്ടാരക്കരയിലെ ജനങ്ങളുടെ മനസ്സ് തകർന്നെടുക്കുക. സത്യത്തിൽ കൊട്ടാരക്കര UDFന്റെ ഒരു സീറ്റായിരുന്നു. ആ UDF സീറ്റ് CPM പിടിച്ചെടുത്തത് നമ്മളെല്ലാം പ്രിയങ്കരായ സഹോദരി ഐഷ പോറ്റിയിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പിണറായി വിജയൻ അജയ് ഘോഷ്, VD സതീശൻ സൂചിപ്പിച്ച വിസ്മയങ്ങളിൽ ഒന്നാമത്തേത് സംഭവിച്ചിരിക്കുന്നു. ഐഷ പോറ്റി 2006, 2011, 2016 വലിയ വിജയം നേടി ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ച് എത്തി. 2024 അവർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, ചെറുപ്പക്കാർ വരട്ടെ എന്നാണ്. അപ്പോഴേ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് സൂചനയുണ്ടായിരുന്നു. ഇതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടാണ് വരവ്. അങ്ങനെ